ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഫേസ് ഇതാ ഇങ്ങനെ ആക്കാനുള്ള ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ സീക്രട്ട് മിക്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി, അതായത് ടൊമാറ്റോ. അപ്പോൾ ഞാൻ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ദോശമാവോ ഇഡ്ഡലി മാവോ അതിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് 2 സ്പൂണൊക്കെ മതിയാവും. അത് ഒരു ബൗളിലേക്ക് എടുക്കാം. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ മുൾട്ടാണി മിട്ടി. ഈ ദോശമാവിൻ്റെ കൂടെ മുൾട്ടാണി മിട്ടി നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മിക്സിലേക്ക് നമുക്ക് ടൊമാറ്റോ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ ഈ ടൊമാറ്റോ നല്ല പഴുത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ പോകുന്നോളും. അപ്പോൾ നല്ല പൾപ്പുണ്ടെങ്കിൽ അതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കി വന്ന് ടൊമാറ്റോയുടെ ആ ഒരു ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. എനിവേസ് നമുക്കിത് വരെ ചെയ്യാം. എന്തൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. എനിവേസ് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കാണാം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൊമാറ്റോയിൽ, അതായത് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻ്റലി സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഷുഗർ അത്യാവശ്യം തരിതരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിലൊന്നും പാട് വീഴാതെ നോക്കണം. അതുകൊണ്ട് കുറച്ചൊന്ന് അലിങ്ങിയതിന് ശേഷം നമ്മൾ ഫേസിൽ ജെൻ്റലി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാജ് അല്ല, ജെൻ്റലി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, മൊത്തത്തിലായിട്ട് കൊടുക്കുക. അപ്പം ഫേസും നെക്കും നമ്മൾ ഒഴിവാക്കരുത്. നെക്കും ഫേസും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നെക്കിലും ഫേസിലും നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സ്കിന്നിന് ഗ്ലോ കിട്ടാനുള്ള ഒരു സംഭവമാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷുഗർ അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെഡ് സ്കിൻസൊക്കെ പോയിട്ട് ടാൻ റിമൂവ് ആയിട്ട് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്ട്രാ ഒരു സംഭവം കൂടി കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫേസ് മസാജാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫേസിലുണ്ടാകുന്ന ഒരു വ്രിങ്കിൾസും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഫേസ് മസാജ് ചെയ്യുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മോർണിംഗ് ആയാലും രാത്രി ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അത് ചെയ്യുന്നതിന് ബെനിഫിറ്റായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഏജിങ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫേസിൽ നല്ലപോലെ ഇത് കാണിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോ ലൈനൊക്കെ നല്ലപോലെ നിൽക്കുകയും ചെയ്യും. നമുക്ക് ഡബിൾ ചിൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ നിങ്ങളും. അതുപോലെ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ചീക്ക് കുറച്ച് അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നോസും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നോസിൻ്റെ മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ നെറ്റിയും കുറച്ച് ഇങ്ങനെ സർക്കിൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇനി നമ്മൾ ഫേസിലേക്ക് നമ്മുടെ മെയിൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ ഫേസ് പാക്കിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? മുൾട്ടാണി മിട്ടി, അതുപോലെ തന്നെ ദോശമാവ്, പിന്നെ ടൊമാറ്റോയുടെ ജ്യൂസ്, പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സ്പൂൺ വെച്ചിട്ടായാലും കൈ വെച്ചിട്ടായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നെക്ക് ഒഴിവാക്കുന്നില്ല. നെക്ക് നമ്മൾ ഒരു ഫേസ് പാക്ക് ഇടുമ്പോഴും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. നെക്കിൻ്റെയും ഫേസിൻ്റെയും കളറ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഫേസിലിട്ടിട്ട് നെക്കിൽ കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന്. കാരണം
അത്രയധികം റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ് ഗൈസ് ഇത്. ഫേസിലെയും നെക്കിലെയും കളറ് വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടി പറ്റുമായിരുന്നു നെക്കിലിട്ടില്ലായിരുന്നെങ്കിൽ. ബട്ട് ഞാൻ 2 ഇതിലിട്ട് കഴിഞ്ഞിട്ടാണ് അത് ഓർത്തത് ഗൈസ്, സോറി. അപ്പോൾ എല്ലാം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 15 to 20 മിനിറ്റ് ഇത് ലീവ് ചെയ്യണം. അപ്പം ഞാനിത് 15-20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫേസിന് ആ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഞാനത് ഫ്രണ്ട് ക്യാം വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാനൊരു ഫിൽറ്ററും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫിൽറ്റർ ഇടാറില്ല. അപ്പോൾ നോക്കൂ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഫിൽറ്റർ ഇടാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യുക. ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.